നമസ്കാരം. വെസ്റ്റ് ഏഷ്യയിൽ നിന്നുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഗാസ നിവാസികളെ താൽക്കാലികമായി ഇന്തോനേഷ്യയിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്നു എന്നതാണ് റിപ്പോർട്ട്. ജെറുസലേം പോസ്റ്റിലൊക്കെ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിലെ ഒരു സുപ്രധാന വാർത്ത തന്നെയാണ് ഇത്. വെടിനിർത്തൽ കരാറിനും അതുപോലെ ബന്ദികളുടെ മോചനത്തിലുമെല്ലാം ചർച്ചകൾ നയിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിനെയൊക്കെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ ട്രാൻസിഷൻ ടീമിലെ അംഗത്തിൽ നിന്നും ലഭിച്ച വിവരം എന്ന നിലയ്ക്കാണ് ജെറുസലേം പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഗാസയുടെ പുനർനിർമ്മാണം എന്നുള്ളത്. ബന്ദി കൈമാറ്റം ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഗാസയുടെ പുനർനിർമ്മാണമാണ് കാര്യമായ പരിപാടി. ഗാസ പുനർനിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഗാസയിലെ താമസക്കാരെ ഇന്തോനേഷ്യയിലേക്ക് മാറ്റുക എന്നതാണ് സ്റ്റീവ് വിറ്റ്കോഫ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മുസ്ലിം ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഇന്തോനേഷ്യയിലേക്ക് ഗാസ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശമുണ്ട് എന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്തോനേഷ്യ ചരിത്രപരമായി പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയും ഗാസയുടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 15 മാസത്തെ യുദ്ധത്തിന് ശേഷം ഗാസ വിട്ടുപോയിരുന്നവർ ഇപ്പോൾ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് വിറ്റ്കോഫിന് ഗാസ സന്ദർശിക്കാൻ ഒരു പ്ലാൻ കൂടിയുണ്ട്. ഗാസ റീബിൽഡ് ചെയ്യുക എന്നത് വളരെ ശ്രമകരമായ ജോലിയായാണ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘം കരുതുന്നത്. തകർന്നിരിക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ടായിരിക്കും പുനർനിർമ്മാണം. ഈ പുനർനിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള നിവാസികളെ, അതായത് ഗാസക്കാരെ ഇന്തോനേഷ്യയിലേക്ക് മാറ്റാനാണ് ട്രംപ് സംഘത്തിന്റെ പ്ലാൻ. സംഘർഷം നിലനിൽക്കുന്ന ഇസ്രായേലിലേക്കോ അതല്ലെങ്കിൽ സമീപ രാജ്യങ്ങളിലേക്കോ അല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് അവരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുക എന്ന നിലയിലാണ് ഇന്തോനേഷ്യയുടെ പേര് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിലും അവർ പാലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണെങ്കിലും ഈ നടപടിയോട് അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല. ഗാസക്കാരെ റീലൊക്കേറ്റ് ചെയ്യുന്ന പദ്ധതികളെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്തോനേഷ്യൻ സർക്കാർ ഈ നിർദ്ദേശത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായി കൂടിയാലോചിച്ച് പദ്ധതി ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ലായിരിക്കാം എന്നും ചില കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. എന്തായാലും ഇന്തോനേഷ്യ ഈ പദ്ധതിക്ക് അനുകൂല നിലപാടെടുത്താലും ഒട്ടേറെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയുള്ള ഒരു പരിപാടിയാണ് ഇത്. ആദ്യത്തെ കാര്യം, രണ്ട് പ്രദേശങ്ങളും തമ്മിലുള്ള ദൂരം തന്നെയാണ്. ഇന്തോനേഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാസ നേരെ മറുവശത്ത് പശ്ചിമേഷ്യയിലാണ്. 10,000 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് തന്നെ ഉണ്ട്. 10,000 ഗാസക്കാരെ 10,000 കിലോമീറ്റർ അകലെയുള്ള ഇന്തോനേഷ്യയിലേക്ക് മാറ്റുന്നത് ദുഷ്കരം തന്നെയാണ്. ഇതെല്ലാം മറികടന്ന് ഇന്തോനേഷ്യയിൽ ഒരു താൽക്കാലിക സെറ്റിൽമെന്റ് ഉണ്ടാക്കിയെന്ന് തന്നെ വിചാരിക്കുക. ഭാഷ ഉൾപ്പെടെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ തന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അറബി സംസാരിക്കുന്ന സമാന കൾച്ചറിലൊക്കെയുള്ള ഒരു രാജ്യമാണെങ്കിൽ അത് കൂടുതൽ നല്ല ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്തോനേഷ്യയിലേക്കാണെങ്കിലും അതല്ല സമീപത്തെ ഈജിപ്തിലേക്കാണെങ്കിൽ പോലും ഗാസക്കാർ അവിടം വിട്ടുപോരുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഗാസ വിട്ടുപോയാൽ ഇനി അവിടേക്ക് ഒരു മടക്കം ഉണ്ടാവുമോ എന്ന ആശങ്ക ഓരോ ഗാസ നിവാസിക്കും ഉണ്ട് എന്നതാണ് സത്യം. അത്തരമൊരു സാഹചര്യത്തിൽ അവർ അവിടെ വിട്ടു പോകുമോ എന്നുള്ളതും വലിയ പ്രശ്നമാണ്. 1940കളുടെ അവസാനത്തിലൊക്കെ ആ ഭാഗത്ത് നിന്നും റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടവർക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക റീലൊക്കേഷന് പോലും അവർ തയ്യാറാകുമെന്നും തോന്നുന്നില്ല. എന്നാൽ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനർനിർമ്മാണം മാത്രമേ ഗാസയിൽ സാധ്യമാകൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. പൊട്ടാതെ കിടക്കുന്ന സ്ഫോടക വസ്തുക്കൾ മുതൽ ടൺ കണക്കിന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വരെ നീക്കം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാലിന്യങ്ങളും ഒക്കെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒട്ടും പ്രാക്ടിക്കൽ അല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വരെ വിചിത്രമായെന്നവണ്ണം ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ രണ്ടാമത്തെ ടേം തുടങ്ങിയിരിക്കുന്നത്. ഇന്തോനേഷ്യയെ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് ഗാസക്കാരെ ഏറ്റെടുപ്പിക്കാൻ ഒക്കെ പറയിപ്പിച്ചാലും ഗാസക്കാരുടെ തീരുമാനം തന്നെയാവും ഇതിൽ അന്തിമം. എന്തായാലും വെടിനിർത്തലിനും അപ്പുറത്തുള്ള ഒരു തലവേദനയായി ഗാസയുടെ പുനർനിർമ്മാണം മാറുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.
വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.